ആദ്യം തന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ആകർഷിച്ചത് നിങ്ങളുടെ ആ ഒരു പ്ലസന്റ് റിസപ്ഷനാണ്. എല്ലാവരുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരി, അത് ദൈവം എന്നും നിങ്ങൾക്ക് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ സാറ് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ക്യാൻസർ ഇപ്പോൾ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ്. എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കായി കഴിഞ്ഞു. പണ്ടൊക്കെ പറയും നമ്മൾ കുടുംബത്തിൽ ഒരാളെങ്കിലും ഗൾഫിലുണ്ടാവും. അതുപോലെ ഇപ്പോൾ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരാൾക്കെങ്കിലും ഒരു ക്യാൻസറിന്റെ ഡയഗ്നോസിസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ പരിഭ്രമിക്കേണ്ട കാലങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഒരുപാട് ആൾക്കാർക്ക് വരുന്നുണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ ഒരുപാട് പുരോഗതിയിൽ എത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ദീർഘകാലം 1-2 കൊല്ലം നീണ്ടു നിൽക്കുന്ന ചികിത്സ, അല്ലെങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സ, വലിയ കാഠിന്യം കൊണ്ടുള്ള ഒരു സർജറി, അങ്ങനത്തെ കാലങ്ങളൊക്കെ മാറി ഒരുപാട് ഏത് അവയവത്തിലാണോ ആ പ്രശ്നം വന്നിട്ടുള്ളത് ആ അവയവം നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ അവയവത്തിന്റെ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ട് തന്നെ ക്യാൻസറിനെ ചികിത്സിക്കാനുള്ള സംവിധാനം ആയിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പോ സംസാരകോശത്തിലൊരു ക്യാൻസർ ആണെങ്കിൽ പണ്ട് ക്യാൻസർ കൂടിയ സമയത്ത് സംസാരകോശം സർജറി ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ഓപ്ഷൻ. പക്ഷെ ഇപ്പോ അത് അല്ലാതെ, സർജറി അല്ലാതെയുള്ള ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സ്തനാർബുദത്തിൽ പണ്ടൊക്കെ സ്തനത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോ ഭൂരിഭാഗം ആൾക്കാർക്ക് ബാക്കിയുള്ള സ്ഥലം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കത് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് സർജറി ചെയ്ത് ഭേദമാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പൊ റേഡിയേഷൻ, ഇപ്പൊ ഞാൻ റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് ആണ്. വികിരണ ചികിത്സ, നിങ്ങളെല്ലാവരും പണ്ട് കോമൺ ആയിട്ട് പറയുന്നത് ലൈറ്റ് അടിക്കൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ആ ചികിത്സയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. പണ്ടൊക്കെ ഒരു 4, 5, 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇപ്പോ 2, 3 ആഴ്ച കൊണ്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ, ഒന്ന്, പേഷ്യന്റ് രോഗിയാണ് എന്നുള്ളൊരു തോന്നലിന്റെ സമയം വളരെ കുറവാണ്. രണ്ടാമത്തത്, അവര് ഫലത്തിൽ യാതൊരു കുറവില്ലാതെ തന്നെ അവർ തിരിച്ച് ആരോഗ്യത്തിലേക്ക് വേഗം എത്തുന്നു. ഇപ്പൊ നിങ്ങൾ ചെറിയൊരു കാര്യം കണ്ടു, ഈ ബോർഡ് വീണു. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് അത് പരിഹരിച്ചു. ഇത് തന്നെയാണ് ക്യാൻസറിന്റെ അവസ്ഥ. ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ആ രോഗിനെ മാത്രം ബാധിക്കുന്ന ഒരു സംഭവമല്ല, ആ കുടുംബത്തിന് തന്നെ അതൊരു പക്ഷേ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കുടുംബം മൊത്തം തന്നെ ഒരുമിച്ച് ആ രോഗിനെ താങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തിനെ താങ്ങിയിട്ടാണ് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതിൽ ഒരു ഭാഗമാവുന്നത് എക്സ്റ്റൻഡഡ് ഫാമിലിയായ ഞങ്ങളുടെ ഓൺകോളജിസ്റ്റാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അവരുടെ കുടുംബം, അവരുടെ മനക്കരുത്തും ഒക്കെ തന്നെയാണ്. ഇപ്പൊ ക്യാൻസർ ഏതൊരാൾക്കും വരാം. അതിന് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് തീർച്ചയായിട്ടും അത് തടയാൻ പറ്റും. ഇപ്പൊ നമ്മള് ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് പോകുന്നു അല്ലേ? അപ്പൊ നമ്മള് ഒരു യാത്രയിൽ എന്തെങ്കിലും ഒരു അസംഭാവ്യത ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സുരക്ഷിതത്വം നമ്മൾ ഏറ്റെടുക്കുന്നു. അത് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പരിക്കുകളില്ലാതെ, അഥവാ അപകടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മൾ പ്രിവെന്റീവ് ലൈഫ് സ്റ്റൈൽ. സാർ നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ് വല്ലപ്പോഴും കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇടയ്ക്ക് ഒരു പൊറോട്ട കഴിക്കുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, അത് ഇതിൽ. പക്ഷെ ഒരു ശീലമായിട്ട് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഒക്കാത്ത ഒരു രീതിയിലാണ് എത്തുന്നത്. അപ്പൊ ശരീരം പ്രതികരിക്കുമ്പോൾ അത് പലതരം രോഗങ്ങളിലേക്ക്, പ്രമേഹമാവാം, രക്തസമ്മർദ്ദമാവാം, അല്ലെങ്കിൽ ഇതുപോലെ ക്യാൻസറിന്റെ മാറ്റങ്ങളാവാം. അപ്പോൾ ജീവിതശൈലി, നേരത്തെ സാറ് പറഞ്ഞ പോലെ സ്മോക്കിംഗ് ഒഴിവാക്കുക, പുകയില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. കാരണം 60% ക്യാൻസറിനെങ്കിലും, ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലുള്ള ക്യാൻസർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 60% പുകയിലയോ പുകവലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. ബാക്കിയുള്ളത് ഭക്ഷണ രീതിയും ബാക്കി ജനിതകമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെന്റലി നമ്മൾ ഏതൊരാൾക്കും ക്യാൻസർ വരാം. അതിനുള്ള പ്രിപ്പറേഷൻ, മൈൻഡിലുള്ള കരുതൽ വേണം. അഥവാ വന്നാൽ നേരിടുക, വന്ന വഴിക്ക് നോക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടും വേണം. അതുപോലെ തന്നെ നമ്മൾ വരാതിരിക്കാനുള്ള മുൻകരുതലും എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ള ദിവസം, ജീവിതം നേരുന്നു. താങ്ക് യു. ഡോക്ടർ സുദീപ് വാനിയത്ത്.